മനുഷ്യ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ ബന്ധമാണ് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം. എന്നാൽ അത് ഒരപ്പന് ജനിച്ചവരും ഒരമ്മ പ്രസവിച്ചവരും ദൈവം അവകാശികളാക്കി തീർത്തവരും ഇങ്ങനെ സഹോദര ബന്ധത്തെക്കുറിച്ച് 3 തരത്തിലാണ് പറയുന്നത്. അപ്പൻ ഒന്നായിരിക്കുന്ന അമ്മ രണ്ടായിരിക്കുന്നവർ. ഒരപ്പന് അപ്പനൊന്നാണ്, അമ്മ ഒന്നിൽ കൂടുതലാണ്, പലതാണ്. എന്നാൽ ദൈവം വീണ്ടും ജനിപ്പിച്ച സഹോദരങ്ങൾ ഇവരാണ് കൂട്ടു സഹോദരങ്ങളെന്ന് നമ്മൾ അതിനകത്ത് വിളിക്കും. അങ്ങനെ കൂട്ടു സഹോദരങ്ങൾ തമ്മിൽ ഐക്യബന്ധപ്പെട്ട് ഒരുമിച്ച് ദൈവിക അവകാശത്തെ പ്രാപിപ്പാൻ സ്വർഗീയ മണ്ഡലങ്ങളിൽ വിലപ്പെടേണ്ടതാണ്. യഥാർത്ഥത്തിൽ സഹോദര ബന്ധം എന്ന് പറയുന്ന ബന്ധം ആത്മീയ മണ്ഡലങ്ങളിൽ കൂട്ടവകാശികൾ സ്വർഗത്തിൽ ഒരുമിച്ച് അവകാശം പ്രാപിക്കാൻ നിശ്ചയിച്ചവരാണ് ലോകത്തിൽ വരുമ്പോൾ എന്തായി ചെയ്യുന്നത്? വീണ്ടെടുക്കപ്പെട്ട സഹോദരങ്ങളായിരിക്കും. അങ്ങനെയുള്ള ബന്ധത്തിന് ആ ബന്ധം ഭൂമിയിൽ വരുമ്പോൾ ഉണ്ടാകാൻ പറ്റാത്ത നിലയിൽ ആദ്യം തീർക്കണമെന്ന് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ബന്ധത്തിൽ വന്നതാണ് മോശയും അഹ്റോനും അറിയാം. അവർ സഹോദരങ്ങളാണ്. അവരോട് വരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് അവരെ ഇങ്ങോട്ട് അയച്ചു. അപ്പൊ അവരെ തിരഞ്ഞെടുത്ത് അവർ കൂട്ടവകാശമാണ്. ഭൂമിയിൽ വന്നപ്പോൾ അവരാരായി തീർന്നു? സഹോദരന്മാരായി. അങ്ങനെ ആ 3 സഹോദരങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിലുള്ള സ്വർഗീയ അവകാശത്തെ പ്രാപിപ്പാൻ കർത്താവ് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ അവകാശം പ്രാപിക്കുമ്പോൾ ഇവര് തമ്മിൽ ഒരുമിച്ച് കൂടാൻ ഒരിക്കലും ശത്രുവിന് ഇഷ്ടമല്ല. കാരണം എന്താണെന്നറിയാമോ? എന്താ? ഇപ്പോ ഉദാഹരണമായിട്ട് ലിദിയയും നയമയും തമ്മിൽ കൂട്ടവകാശികളായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തു. സ്വർഗത്തിൽ നിന്ന് അയച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ കർത്താവ് തെരഞ്ഞെടുത്തതാ. ഭൂമിയിൽ വന്നപ്പോ നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ 2 മാതാപിതാക്കൾക്ക് ജനിച്ചവരാ, 2 കുടുംബത്തിൽ ജനിച്ചവരാ, 2 സഭയിലുള്ളവരാ, 2 സാഹചര്യങ്ങളിലുള്ളവരാ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂട്ടാതിരിക്കാൻ ശത്രു ശ്രമിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളെ തെരഞ്ഞെടുത്ത കർത്താവ് അപ്പോൾ കൂടെ ഉണ്ടാവും. എന്ന് തെരഞ്ഞെടുത്തു? ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് ലോകസ്ഥാപനത്തിൽ നിങ്ങളെ തെരഞ്ഞെടുത്ത കർത്താവുണ്ട്. ആ നിങ്ങൾ ഭൂമിയിൽ വന്ന് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ, ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളോട് കൂടെ കർത്താവ്. നിങ്ങൾ രണ്ടുപേരും ആ തെരഞ്ഞെടുക്കപ്പെട്ടവര് ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. അതായത് ഇത്രയേറെ ശക്തിയുണ്ടെന്ന് പറയുന്ന ദൂതന് പോലും നിങ്ങളോട് അടുക്കാനോ നിങ്ങളെ തോൽപ്പിക്കാനോ സാധിക്കില്ല. അത്രമാത്രം ശക്തി നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് മൂന്നാമനായി വരുന്ന കർത്താവാണ്. ആ കർത്താവ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ മനുഷ്യൻ പാപത്തിലാകപ്പെട്ടാൽ ഏറ്റവും ആദ്യമേ തന്നെ അവനെ നെക്സ്റ്റ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് സഹോദര വിദ്വേഷം. സഹോദര വിദ്വേഷം ഉണ്ടെങ്കിൽ മാത്രമേ സാത്താന്റെ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ.
പറഞ്ഞേ എന്നാ എന്താ പറഞ്ഞു? പറ. സഹോദര വിദ്വേഷം ഉണ്ടെങ്കിൽ മാത്രമേ സാത്താന്റെ രാജ്യം നിലനിൽക്കൂ. സഹോദര വിദ്വേഷം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? സഹോദര വിദ്വേഷം ഉണ്ടാകണമെങ്കിൽ അവര് തമ്മിൽ പ്രീതി ഉണ്ടാകരുത്. സഹോദരങ്ങൾ തമ്മിൽ എന്തുണ്ടാകരുത്? പ്രീതി ഉണ്ടാകും. സഹോദരങ്ങൾ പ്രീതി ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അവര് രണ്ടുപേരും നേരുള്ളവരാകരുത്. രണ്ടുപേരും നേരില്ലാത്തവരായി കഴിഞ്ഞാൽ സഹോദര പ്രീതി വെളിപ്പെടില്ല. പിന്നെ അവർ പേടിക്കണം. നേരില്ലാത്തവരായി തീരണമെങ്കിൽ എന്ത് വേണം? ഒരു മനുഷ്യൻ നേരില്ലാത്തവരായി തീരണമെങ്കിൽ എന്താ വേണ്ടേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതാ. എന്താണ് നേരുള്ളത്? ആർക്കാണ്? നേരുള്ളത്. ഒന്ന്. രണ്ട് പറഞ്ഞു. വെറുതെ പറയുന്നതാണ്. യഹോവയുടെ വചനം നേരുള്ളത്. വചനമാണ് നേരുള്ളത്. മൂന്ന്, നേരുള്ള വചനം അനുസരിക്കുന്നവൻ നേരുള്ളവൻ. മൂന്നെല്ലാം വചനമാണ്. അങ്ങനെയാണ് നേരുള്ളവർ ഒന്നിച്ചു കൂടുന്നത്. അപ്പൊ നേരുള്ളവൻ ആരാ? പറ. ദൈവം. യഹോവയാണ് ദൈവം നേരുള്ളവൻ. പിന്നെ അടുത്തത് യഹോവയുടെ വചനം നേരുള്ളതാണ്. മൂന്നാണ് യഹോവയുടെ വചനം നേരുള്ള വചനം അനുസരിക്കുന്നവൻ നേരുള്ളവരെ. ഇങ്ങനെ അനുസരിക്കുന്നവർ തമ്മില് ഒരുമിച്ച് കൂടുന്നതാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാരണം അവർ നേരിലുള്ള വചനം അനുസരിച്ചുകൊണ്ട് നേരുള്ളവരായിട്ടുള്ളത് തമ്മിൽ പ്രീതി വരുമ്പോൾ നേരിലുള്ളവനായ ദൈവം അവരോട് വസിക്കും. ഇത് തിയറിയാണ്. ഇത് നമ്മള് മാറ്റമില്ലാത്ത വെറുതെ കഥ കേട്ടോണ്ടിരിക്കുന്ന പോലെ കേട്ടോണ്ടിരിക്കുന്നു. യാതൊരു റെസ്പോൺസും ഇല്ലാതിരുന്നിട്ടുള്ള യാതൊരു കാര്യം. ഒരാഴ്ച ഒരു ചെറിയ കാര്യം പിടിച്ചോണ്ടിരിക്കുന്നു. അത് ഉറപ്പിക്കണം. നാലാമത്തെ ആഴ്ചയാ, അഞ്ചാമത്തെ ആഴ്ച വെച്ച് ഈ സഹോദര സ്നേഹം എങ്ങനെ വളർന്നു, എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വിദ്വേഷം വരുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും അത് ഗണ്യമാക്കാത്ത വിട്ടുകളായിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം, നേരുള്ളവൻ ആരാ? ദൈവം ആരാണ്? നേരുള്ളവൻ. പിന്നെ നേരുള്ളത് ആരാ? ദൈവത്തിന്റെ വചനം നേരുള്ളത്. പിന്നെ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവൻ നേരുള്ളവൻ. അനുസരിക്കുന്നവര് രണ്ടുപേര് ഒരാൾ അനുസരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് അവൻ ആരായി തീർന്നു? നേരുള്ളവനായി തീർന്നു. അപ്പോ ദൈവം ആരാ? നേരുള്ളവനാണ്. അപ്പൊ ദൈവം അവന് തമ്മിൽ എന്ത് ബന്ധം വന്നു? പ്രീതി എന്നുള്ള ബന്ധം വന്നു. കാരണം അതിനെന്താ? നേരുള്ളവർക്ക് തമ്മിൽ പ്രീതിയുണ്ട്. അങ്ങനെ ഈ ഭൂമിയിൽ ഒരാളെ തന്നെ ഭൂമിയിലേക്ക് ദൈവം അയച്ചിട്ടില്ല. പിന്നെ ആരെ അയച്ചിട്ടുണ്ട്? കൂട്ടവകാശം. ആ കാര്യം ഒരു ഉറപ്പായിട്ട് വന്നത് ഭാഗ്യം. സ്വർഗത്തിൽ നിന്ന് കൂട്ടവകാശം ഒരാളെ അയച്ചിട്ടില്ല. ഒരിക്കലും. എത്ര ശ്രേഷ്ഠനാണല്ലേ യേശു എന്നെ എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? ഏറ്റവും മുഖ്യ ശിഷ്യന്മാർ 12. ഈ 12 ശിഷ്യന്മാരിൽ ഏറ്റവും യേശുവിനോട് പറ്റി നിൽക്കുന്ന എത്ര പേരുണ്ടായിരുന്നു? പിന്നെ യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. ഇവര് തമ്മിൽ പ്രത്യേക ബന്ധമാണ്. മറ്റുള്ളവരെ എല്ലാവരെക്കാൾ കൂടുതൽ ഒരു ബന്ധമാണ്. അപ്പോ ഏത് ഇതിലും ഒരു ബാലയെ സൗഖ്യമാക്കാൻ, രോഗിയെ സൗഖ്യമാക്കാൻ പോയപ്പോ ശിഷ്യന്മാരെല്ലാവരും അനേകം പേരോടെ ഉണ്ടായിരുന്നു. പക്ഷെ അകത്ത് കയറാൻ യേശു വരാനും സമ്മതിച്ചില്ല. ആരെ? ഈ 3 പേരെ സംബന്ധിച്ചു. കാരണം അവരാണ് ആര്? ബാക്കിയൊന്നും പറയും. പറ. ഒരു സമ്മാനമുണ്ട്. പറ. അവർക്ക് ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ തൂണുകളായി എണ്ണപ്പെട്ടിരുന്നോ? അവരാരായിരുന്നു? തൂണ്. സഭയുടെ തൂണുകൾ. ആ പദവി വരെ അർത്ഥം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവര് 3 പേര് ആരായിരുന്നു? തൂണുകളാണ്. അപ്പോ ഇവർ ഇങ്ങനെയാണ്. കർത്താവ് ഒരാളെ തന്നെ അയച്ചിട്ടില്ല. ഒന്നിൽ കൂടുതൽ ആളുകളെ ഈ ലോകത്തിലേക്ക് അവർക്ക് അയച്ചിട്ടുണ്ട്. അവർ ഭൂമിയിൽ വരുമ്പോൾ
ഒരുമിച്ച് കൂടാതിരിപ്പാൻ ഏറ്റവും ആദ്യം എന്ത് ചെയ്യും? നേരുള്ള വചനം അനുസരിക്കാതിരിക്കാൻ അവരെ വഞ്ചിച്ചു കളയും. വചനം അനുസരിക്കാതെ വന്ന അവരാരാ? നേരില്ലാത്ത. വചനം നേരുള്ളതാണ്, വചനം അനുസരിച്ചില്ലെങ്കിൽ നേരില്ലാത്തവരായി. നേരില്ലാത്തവരായി തീർന്നു കഴിഞ്ഞാൽ മുഴുവൻ അവന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ അവനോട് കൂടെ വസിക്കണമെങ്കിൽ, അവരെ ഉപയോഗിക്കണമെങ്കിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് വരണം. ഏതാണ്? മുമ്പ് പറഞ്ഞ സഹോദര ഉദ്യോഗസ്ഥത്തേക്ക് വന്നു. അപ്പൊ ഒരാള് അനുസരണക്കേട് കാണിച്ചാൽ പാപത്തിൽ വീണവൻ നെക്സ്റ്റ് അടുത്ത പോകുന്നതിലേക്കാ? സഹോദര ഉദ്യോഗസ്ഥത്തിലേക്ക്. സഹോദര ഉദ്യോഗസ്ഥത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവൻ ഉറപ്പിച്ചു കിട്ടും. ഇവന്റെ അടുക്കൽ നിന്ന് ഒരിക്കലും പിന്നെ വിട്ടുമാറാതെ ഒരു ബന്ധം കിട്ടണം. ബന്ധം കിട്ടണമെങ്കിൽ സഹോദരനെ കൊല്ലണം. സഹോദരനെ കൊന്നു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും എന്തില്ല? വാക്ക് പറ. യാതൊരു കൊലപാതകന്റെ ഉള്ളിലും നിത്യജീവൻ വസിച്ചിരിപ്പില്ല. പറഞ്ഞേ, യാതൊരു കൊലപാതകന്റെ ഉള്ളിലും നിത്യജീവൻ വസിച്ചിരിപ്പില്ല. ഇനി ഒരിക്കലും ഇല്ല. നിത്യജീവൻ എന്താ? നിത്യജീവൻ എന്ന് പറഞ്ഞ ആരാ? വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവാണ് നിത്യജീവൻ. അപ്പൊ ഒരിക്കലും ഇനി ആരെടുത്ത് വരില്ല? ക്രിസ്തു ഇവരുടെ അടുത്ത് വരില്ല. അവൻ ജയിച്ചു. ഇതിനു വേണ്ടിയിട്ടാണ് സാത്താൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനെ വഞ്ചിച്ച് അനുസരണക്കേട് കാണിക്കുന്നത്. ഇതിനു വേണ്ടി തന്നെ ശത്രു തന്റെ ആത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചേക്കുക. ശത്രുവിന്റെ ആത്മാവിന്റെ പേരെന്താ? അനുസരണക്കേടിന്റെ ആത്മാവ്. അനുസരണക്കേടിന്റെ ആത്മാവ്. കാരണം ഒന്നാമത് ഇപ്പോ ആദമും ദൈവവുമായിട്ട് പ്രീതി കൊണ്ട് നടക്കുക. കാരണം എന്താ? ദൈവം നേരിടുള്ളവനാ, ദൈവത്തിന്റെ വചനം നേരിടുന്നതാണ്. ആദാം എന്ത് ചെയ്യുക? വചനം അനുസരിക്കുക. ഭയങ്കര സ്നേഹം. അപ്പൊ അവന് അടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു? ഇവനെ കൊണ്ട് അനുസരണക്കേട് കാണിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അനുസരണക്കേണ്ട ആത്മാവ് വേണം. അനുസരണക്കേണ്ട ആത്മാവ് വരണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കണം. ശത്രുവിന്റെ വചനത്തെ വിശ്വസിക്കണം. അങ്ങനെ ദൈവത്തിന്റെ ജനത്തെ ആദാമിനെയും ഹവ്വയെയും വഞ്ചിച്ച് ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ചു. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞിട്ട് ശത്രു എന്ന് പറഞ്ഞു? മരിക്കുകയില്ല. ശത്രു പറഞ്ഞ് മരിക്കില്ല എന്ന് പറഞ്ഞപ്പോ അവരെന്ത് വിശ്വസിച്ചു? മരിക്കില്ല എന്ന് പറഞ്ഞ വാക്ക് വിശ്വസിച്ചു. അവിശ്വാസം വന്നതോടുകൂടി അനുസരണക്കേട് കാണിച്ചതോടുകൂടി അവര് നേരില്ലാത്തവരായി. അതുകൊണ്ട് വചനം പറയുന്നത്, ദൈവം മനുഷ്യന് നേരിടുവാനായി ശപിച്ചു, അവർ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരും. ആ തലമുറയിൽ സഹോദരങ്ങളില്ല. കാരണം ആദാം ഹവ്വയുള്ളൂ. അടുത്ത തലമുറയിലേക്ക് കിടന്നു. മനുഷ്യ വംശത്തിൽ ആധിപത്യം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു? മനുഷ്യൻ എന്ത് കാണിക്കണം? ആദ്യം ദൈവത്തെ അവിശ്വസിക്കണം. 2, അനുസരണക്കേട് കാണിക്കണം. പിന്നെ സഹോദര വിദ്വേഷം വേണം. 4ാമത് സഹോദരനെ കൊല്ലണം. അടുത്ത തലമുറ എന്തെങ്കിലും 2 സഹോദരന്മാര് യാഗം കഴിക്കാൻ പോയി. ആരൊക്കെ? കായനും ഹാബേലും യാഗം കഴിക്കാൻ. കായനും യാഗം കഴിച്ചു, വഴിപാട് കഴിച്ചു. ഹാബേലും വഴിപാട് കഴിച്ചു. ദൈവം ആരുടെ യാഗത്തിൽ പ്രസാദിച്ചു? ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു. കായന്റെ യാഗത്തിലും കായനിലും ദൈവം പ്രസാദിച്ചു. ഇങ്ങനെ വന്നപ്പോഴേക്കും കായന് അസൂയ തോന്നി. അസൂയ തോന്നിയതോടുകൂടി ദൈവം അതിൽ നിന്ന് മാറാനായിട്ട് കൽപ്പിച്ചെങ്കിലും അതും കേട്ടില്ല. സഹോദരന് പകവെച്ചു കൊണ്ടുപോയി സഹോദരനെ കൊന്നു. സഹോദരനെ കൊന്നതോടുകൂടി അവന്റെ അടുക്കൽ നിന്ന് ക്രിസ്തു പൂർണ്ണമായിട്ട് അകന്നു മാറി. ക്രിസ്തു പൂർണ്ണമായിട്ട്
കായലിൽ നിന്ന് അകന്നു മാറി, പൂർണ്ണമായിട്ട് ശത്രുവിന്റെ ആധിപത്യത്തിലായി. ഇങ്ങനെയാണ് മനുഷ്യവംശം ക്രമേണ സകല ലോകത്തിലും പിശാചിന് അടിമപ്പെട്ടു പോകുന്നത്. ഇന്നും ഈ ലോകത്തിൽ ആയിരിക്കുന്ന സകല മനുഷ്യരിലും വ്യാപരിക്കുന്ന ആത്മാവ് ഇത് തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും മനുഷ്യൻ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒന്നാണ്, അനുസരണക്കേടിന്റെ ആത്മാവ് എന്നിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അനുസരണക്കേടിന്റെ സമ്മതശ്രാന്തത്തിൽ ഞാൻ വീണുപോകാമെന്ന് ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കേണ്ടതാണെന്ന് ശ്രദ്ധിച്ച് അത് നിൽക്കുന്നവന് ആ ദോഷം വരികയില്ല. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ലോകത്തിൽ ദൈവത്തിന്റെ സഭ വിശ്വാസത്തിലേക്ക് വരാനുണ്ടായ കാരണം ദൈവത്തിന്റെ വചനം വിശ്വസിച്ചു. ഹവ്വ ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ചതിന് വിപരീതമായിട്ട് ദൈവത്തിന്റെ വചനം ദൈവഭക്തൻ വിശ്വസിച്ചു. വിശ്വസിച്ച വചനം അനുസരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവസഭയിൽ കടന്നു വന്നവർ നേരുള്ളവരായി തീർന്നു. അങ്ങനെ നേരുള്ളവരായി തീർന്നപ്പോ ദൈവസഭയിലെ നേരുള്ളവരും ദൈവവും തമ്മിൽ ഏത് ബന്ധത്തിലേക്ക് വന്നു? പ്രീതി എന്നുള്ള ബന്ധത്തിലേക്ക്, സഹോദര പ്രീതി എന്നുള്ള ബന്ധത്തിലേക്ക് നേരുള്ളവർക്ക് തമ്മിൽ എന്തുണ്ട്? പ്രീതിയുണ്ട് എന്നുള്ള വചനപ്രകാരം ഈ ലോകത്തിൽ ദൈവസഭയും ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളതുപോലെ ലോകത്ത് ഒരു മനുഷ്യവംശവും ഒരാളും തമ്മിൽ ബന്ധമില്ല. ദൈവസഭയിൽപ്പെട്ട ഒരാളാണോ അബ്രഹാമാണോ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇപ്പോൾ നമ്മള് വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ സഭയിൽപ്പെട്ട ഒരാളാണോ അബ്രഹാം പിതാവാണോ വലുതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ആരാ? യോഹന്നാൻ സ്നാപകൻ. എന്നാൽ അത് അബ്രഹാമിനേക്കാൾ വലുതല്ലേ? എന്നാൽ ഈ ചെറിയ ദൈവസഭയിൽ ഒരുവൻ അബ്രഹാമിനേക്കാൾ വലിയവൻ, യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായി. അതെന്താ കാരണം? ദൈവസഭയിൽ പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ മാത്രമേ കർത്താവിന്റെ രക്തം വീണിട്ടുള്ളൂ. ആ രക്തത്താൽ വിശദീകരിക്കപ്പെട്ട് നേരിലുള്ളവനായി തീർന്നു. ആ നേരിലുള്ള ദൈവവും നേരിലുള്ള അവനുമായിട്ടുള്ള ബന്ധം പോലെ ബന്ധം വേറെ ഇല്ല. പഴയ മതത്തിലുള്ളവർക്കും ആ പദവി കിട്ടില്ല. അത്രമാത്രം വലിയ ബന്ധമാണ് ആ ബന്ധം. അതുകൊണ്ട് കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്, ദൈവസഭയിൽ കടന്നു വന്ന് ദൈവം നമുക്ക് കാണിച്ചു തന്ന സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല, ഒരളവിൽ സ്നേഹിക്കാനല്ല. പിന്നെയോ യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലുതായ സ്നേഹമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം അത് നമ്മൾ തയ്യാറാകേണ്ടി വരും. അതോടുകൂടി മാത്രമാണ് അവന്റെ ജീവിതം ദൈവത്തിന്റെ മുമ്പാകെ സഹോദര സ്നേഹത്തിൽ തികഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ പഠിക്കാനിടയായി തീർന്ന ദൈവത്തിന്റെ വചനത്തിന്റെ കൺക്ലൂഷനാണ്. എന്താണ്? മനുഷ്യൻ സഹോദര സ്നേഹത്തിൽ എത്തിച്ചേരുന്ന എങ്ങനെ, സഹോദര സ്നേഹത്തിൽ നിന്ന് പിന്മാറി പോകുന്നത് എങ്ങനെ, അതിനെക്കുറിച്ച് നമ്മൾ ഏകദേശം ഗ്രഹിക്കാനിടയായി തീർന്നു. നമ്മൾ ഇന്ന് ഗ്രഹിച്ചതിന്റെ ആകത്തുക, ഒരു മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നേരിലുള്ളവനാണ്, ദൈവത്തിന്റെ വചനം നേരിലുള്ളതാണ്, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവൻ നേരിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവവും വചനം അനുസരിക്കുന്നവരും തമ്മിൽ ഒരു വലിയ ബന്ധത്തിലേക്ക് വരും. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഈ ബന്ധത്തെ തെറ്റിക്കണമെങ്കിൽ ഒന്ന് ദൈവത്തെ അവിശ്വസിക്കണം, 2 ദൈവത്തിന്റെ വചനത്തെ ധിക്കരിക്കണം, അനുസരണക്കേട് കാണിക്കണം. അനുസരണക്കേട് കാണിച്ചാൽ അടുത്ത ഘട്ടം സഹോദര വിദ്വേഷത്തിലേക്ക് വരും, സഹോദരനെ വെറുക്കണം. 4ാമത്തെ ഘട്ടം സഹോദരത്തെ കൊലപാതകം ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിന്റെ പക്ഷക്കാരനായിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ശത്രുവിന്റെ പക്ഷക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊള്ളുക. എന്താണ്? വചനത്തിലുള്ള അവിശ്വാസം, ദൈവത്തിലുള്ള അവിശ്വാസം. 2, ദൈവത്തിന്റെ വചനത്തിന്റെ
അനുസരണക്കേട്, 3 സഹോദര വിദ്വേഷം, സഹോദരങ്ങൾക്കെതിരെയുള്ള വെറുപ്പും വിദ്വേഷങ്ങളും, 4 സഹോദരനെ കൊലപാതകം ചെയ്യുക. സഹോദരനെ കൊലപാതകം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകം, പകച്ചാൽ മതി. ഈ 4 കാര്യങ്ങളിൽ മനുഷ്യൻ എത്തിപ്പെട്ടാൽ അവന് എന്ത് നഷ്ടപ്പെടും? നേര് നഷ്ടപ്പെടും. നേര് നഷ്ടപ്പെട്ടാൽ എന്ത് നഷ്ടപ്പെടും? ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ഈ 4 കാര്യങ്ങൾ ഇല്ലാതായിപ്പോയാൽ നമ്മൾ ദൈവത്തിനോടുള്ള വിശ്വസ്തരാണ്. ഏതൊക്കെ കാര്യങ്ങൾ നീങ്ങിപ്പോണ്ടാതിരിക്കുക? നീങ്ങിപ്പോണ്ട കാര്യങ്ങൾ വചനത്തിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം. അതിന് പകരം ദൈവത്തെ വിശ്വസിക്കണം. 2, ദൈവവചനത്തെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കാതിരിക്കരുത്. 3, സഹോദരങ്ങളെ എന്ത് ചെയ്യരുത്? പകയ്ക്കരുത്. സഹോദരങ്ങളെ ആയിട്ടുള്ള ബന്ധത്തിൽ കുറവ് വരരുത്. 4, സഹോദരനെ പകയ്ക്കരുത്. സഹോദരൻ നഷ്ടപ്പെടുന്നത് അതിന് ഒരു വലിയൊരു ഭാഗമുണ്ട്. 7 കൂട്ടം കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ പാടില്ലാത്ത 7 കൂട്ടം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, സഹോദരനെ എതിര് നിൽക്കരുത്, സഹോദരനെ പകയ്ക്കരുത്, സഹോദരനെതിരെ ദോഷം നിരൂപിക്കരുത്, സഹോദരനെ ദുഷിക്കരുത്, സഹോദരനൊന്നിനെയും മോഹിക്കരുത്, സഹോദരന് കോപിക്കരുത്, സഹോദരന് അപമാനം വരുത്തരുത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കർശനമായിട്ട് സൂക്ഷിച്ചു കൊള്ളണം. കാരണം അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മെ ശത്രു അപകടിച്ചടിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും അപകടപ്പെട്ടു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞേ. ദൈവത്തിനുള്ള അവിശ്വാസം പാടില്ല. പിന്നെ വചനത്തിന്റെ അനുസരണക്കേട് പാടില്ല. പിന്നെ 3, സഹോദര വിദ്വേഷം പാടില്ല. 4, സഹോദരനെ പകയ്ക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ വന്നാൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ നാം നേരുള്ളവരായിരിക്കും. ദൈവവുമായിട്ടുള്ള ബന്ധം നേരിൽ നിലനിൽക്കും, പ്രീതിയിൽ നിലനിൽക്കും. ആ ബന്ധം ഏറ്റവും വലുതായിരിക്കും. നമ്മുടെ അവകാശം ഉറപ്പിച്ചു കിട്ടുന്നതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച നമുക്ക് അടുത്ത വിഷയം എടുക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ സന്നദ്ധയിൽ ദൈവമേ ചിന്തിപ്പാനിടയായി തീർന്ന വിഷയം കർത്താവ് പറയുന്നല്ലോ. എങ്ങനെ സഹോദര ബന്ധം ഉണ്ടാകുന്നു? ആത്മീയ മണ്ഡലങ്ങളിലെ അവകാശികളുടെ ബന്ധം, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവകാശികളുടെ ബന്ധം ഭൂമിയിൽ വരുമ്പോൾ കൂട്ടവകാശികളുടെ സഹോദര ബന്ധം ഉണ്ടാകുന്നതെന്ന് വചനത്തിൽ ഞങ്ങൾ പഠിക്കുന്നു. ദൈവമേ, കർത്താവിന്റെ വചനത്തെ, കർത്താവിനെ അവിശ്വസിക്കാതെ കർത്താവിനെ വിശ്വസിച്ച് കർത്താവിന്റെ വചനം അനുസരിച്ച് സഹോദരങ്ങളെ സ്നേഹിച്ച് സഹോദരങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത് കർത്താവെ അതിന് തയ്യാറുള്ളവരായി ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾ നേരുള്ളവരായി ദൈവവുമായിട്ടുള്ള ബന്ധം അന്ത്യത്തോളം സൂക്ഷിപ്പാൻ, അങ്ങനെ സഹോദര ബന്ധത്തിൽ ഞങ്ങൾ അന്ത്യത്തോളം ആയിരിക്കാൻ ഞങ്ങളെ കരുതിക്കൊള്ളുമാറാകണം. ഞങ്ങൾ ആർക്കും അത് ഇഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് സമ്മതിക്കരുത്. ദൈവമേ, ഇന്നുവരെയും ഞങ്ങൾ സംഭവിച്ചിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെയും കർത്താവ് ക്ഷമിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടുവരണം. എല്ലാ ബന്ധനങ്ങളും ഞങ്ങൾ ഇന്ന് അഴിച്ചു കളയണം. എല്ലാ ഭാരങ്ങളെയും കർത്താവ് നീക്കണം. ദൈവമേ, എന്ന് കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന വചനങ്ങൾക്കായി സ്തോത്രം. ഈ വചനപ്രകാരം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കട്ടെ. ശത്രു സഭയെയും സഹോദരങ്ങളെയും ദൈവത്തിന്റെ മക്കളെയും വഞ്ചിച്ചു കളയുന്ന വഴി കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ. ഒന്നിയോടെ സ്വാഗതം. ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ കർത്താവിന്റെ ഭാഗ്യപ്പെട്ടവരായി കർത്താവെ സൂക്ഷിപ്പാൻ ഞങ്ങൾക്ക് തരുവാണ്. നാം മുഖത്തിനുണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.